അപ്പൊ നമുക്കിന്ന് നമ്മുടെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മാട്രിസസ്. സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മാട്രിസസ്. ഒരു ചോദ്യം നമുക്കൊരു 90% പ്രതീക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ട്, കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഒരു മാട്രിക്സിന്റെ ഒരു സ്ക്വയർ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിന്നിട്ട് എല്ലാം എന്ത് മാട്രിക്സ് ആണ്? സ്ക്വയർ മാട്രിക്സ് ആണ്, അല്ലെ? അപ്പൊ എ എന്ന് പറയുന്നത് ലെറ്റ് എ ബി എ സ്ക്വയർ മാട്രിക്സ്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്തതിന്റെ ചോട്ടില് n/n ഓർഡറിലുള്ള ഒരു സ്ക്വയർ മാട്രിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് ഈ സിംഗുലർ അല്ലെങ്കിൽ എന്താണ് ഈ നോൺ സിംഗുലർ എന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം സിംഗുലർ എന്ന് പറഞ്ഞോ നോൺ സിംഗുലർ എന്ന് പറഞ്ഞോ? സിംഗുലർ എന്ന് പറഞ്ഞോ. അപ്പൊ പറയുന്നു എ ഈസ് സിംഗുലർ. എ ഈസ് എന്താണ്? സിംഗുലർ. ഈ സിംഗുലർ നോൺ സിംഗുലർ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഡിറ്റർമിനന്റ് വെച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. എന്ത് വെച്ച് കണ്ടുപിടിക്കേണ്ടതാണ്? ഡിറ്റർമിനന്റ് വെച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു മാട്രിക്സ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു മാട്രിക്സ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 മറക്കരുത്. ഒരു മാട്രിക്സ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? 0. അപ്പൊ ഇത്രയുള്ള ഒരു ചോദ്യം ചോദിക്കും, ഒരു മാട്രിക്സ് സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തിരിച്ചും ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാട്രിക്സിന്റെ പേരെന്താണ്? സിംഗുലർ മാട്രിക്സ്. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ സിംഗുലർ മാട്രിക്സ്. ഇത്രേ ഉള്ളൂ. അപ്പൊ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് 0 ആയിട്ടുള്ള മാട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സിംഗുലർ മാട്രിക്സ്. അപ്പൊ പറയാലോ എന്തായിരിക്കും നോൺ സിംഗുലർ മാട്രിക്സ്? എന്തായിരിക്കും നോൺ സിംഗുലർ മാട്രിക്സ്? എ ഈസ് നോൺ സിംഗുലർ. എ ഈസ് നോൺ സിംഗുലർ എപ്പോഴാണ് വരിക? ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? എന്താ വരിക? ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അതായത് ഡിറ്റർമിനന്റ് 0 അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ സിംഗുലർ മാട്രിസസ്. അപ്പൊ ശ്രദ്ധിക്കണുണ്ടോ? സിംഗുലർ ആണെങ്കിൽ 0 ആണ്, നോൺ സിംഗുലർ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0. അതങ്ങനെ നോക്കണേ. നോട്ട് ഞാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ പറഞ്ഞ ഈ സൂത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു സൂത്രങ്ങൾ പറയുന്നതാണ്. നോട്ട് സിംഗുലർ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. സിംഗുലർ ആണെങ്കിൽ എന്ത്? ഈക്വൽ ടു 0. നോൺ എന്നൊന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോ നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അപ്പൊ എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റ് എ. എന്താണ്? അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റ് എ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു എല്ലാ സ്ക്വയർ മാട്രിക്സുകൾക്കും എന്തില്ല? ഇൻവേഴ്സ് ഉണ്ടാവണമെന്ന് ഇല്ല. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ആ മാട്രിക്സിനെ പറയുന്ന പേരാണ് ഇൻവേർട്ടിബിൾ മാട്രിക്സ്. അതായത് എല്ലാ സ്ക്വയർ മാട്രിക്സുകളും എന്താണെന്ന് നിർബന്ധമില്ല, ഇൻവേർട്ടിബിൾ മാട്രിക്സ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുക? നമുക്കറിയാം ഏത് സ്ക്വയർ മാട്രിക്സ് ഉണ്ടോ അവർക്കൊക്കെ എന്തായിരിക്കും? സെയിം ഓർഡറിലുള്ള ഒരു അഡ്ജോയിന്റ് മാട്രിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അഡ്ജോയിന്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് അല്ലെ? അപ്പോ ഈ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ, ഡിറ്റർമിനന്റ് എന്താണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ, നമ്മുടെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഡിവിഷന്റെ ഡിനോമിനേറ്ററിൽ 0 വന്ന ടോട്ടൽ എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിട്ട് പോകും. ദിസ് നോട്ട് ഡിഫൈൻഡ് ആവും. താഴെ 0 വരികയാണെങ്കിൽ ഇത് ഡിഫൈൻഡ് അല്ലാന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ഡിഫൈൻഡ് അല്ലാന്നല്ലേ അർത്ഥം. എ ഇൻവേഴ്സ് ഡിഫൈൻഡ് അല്ലാന്ന് പറയുന്ന അർത്ഥം എന്താ? അതിന് ഇൻവേഴ്സ് ഇല്ല. ആ മാട്രിക്സ് ഇൻവേർട്ടിബിൾ അല്ല. അപ്പൊ ഒരു മാട്രിക്സ് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ആര് നോക്കിയിട്ടാണ് നമ്മൾ പറയാ? ഡിറ്റർമിനന്റ് നോക്കിയിട്ടാണ് പറയാ. ഡിറ്റർമിനന്റ് 0 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ഇല്ല? ഇൻവേഴ്സ് ഇല്ല. 0 ആണെങ്കിൽ എന്തുണ്ടാവില്ല? ടോട്ടൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആയി മാറും. അപ്പൊ ഇവിടെ തന്നെ ഡിറ്റർമിനന്റ് 0 ആണ് എന്നുണ്ടെങ്കിൽ ആരുണ്ടാവില്ല? ഇൻവേർട്ടിബിൾ അല്ല. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് എ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എ ഇൻവേർട്ടിബിൾ അല്ല. ഇത് തിരിച്ചു പറയുകയാണെങ്കിലോ എ ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിന് ഡിറ്റർമിനന്റ് പ്രശ്നം ഉണ്ടാക്കി അയാൾ എന്തായി പോയിട്ടുണ്ടാവും? 0 ആയി പോയിട്ടുണ്ടാവും. അതുപോലെ തിരിച്ചും പറയാം. എന്താണ് ഇത്? എ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അത് എന്ത് മാട്രിക്സ് ആണ്? സിംഗുലർ
മാട്രിക്സ് ആണ്. അതായത് ഒരു സിംഗുലർ മാട്രിക്സിന് എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവുകയില്ല. ഒരു സിംഗുലർ മാട്രിക്സ് ഉണ്ടാവുകയില്ല, ഇൻവേർട്ടിബിൾ ആയിരിക്കില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരു മാട്രിക്സ് സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പറയാം ഡിറ്റർമിനന്റ് 0 ആണ്. അതിന് എന്തില്ല, ഇൻവേഴ്സ് ഇല്ല. അപ്പൊ നമ്മൾ വെറുതെ ഒന്നും ചെയ്ത് സമയം കളയില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്തല്ല, 0 അല്ല. 0 അല്ലാതെ താഴെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ആരുണ്ടായിരിക്കും, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് എന്താണ്, എ ഈസ് ഇൻവേർട്ടിബിൾ. എ ഈസ് ഇൻവേർട്ടിബിൾ. തിരിച്ചു എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം, ഡിറ്റർമിനന്റ് 0 അല്ല. ഡിറ്റർമിനന്റ് 0 അല്ല എന്ന് പറഞ്ഞാൽ എന്ത് മാട്രിക്സ് ആണ്, നോൺ സിംഗുലർ മാട്രിക്സ് ആണ്. അതായത് ഒരു മാട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിലാണ് അത് ഇൻവേർട്ടിബിൾ ആവുള്ളൂ. നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഇൻവേർട്ടിബിൾ ആവുള്ളൂ. ഇവിടെ നോൺ ആണെങ്കിൽ ഇവിടെ ഇൻവേർട്ടിബിൾ ആണ്, ഇവിടെ സിംഗുലർ ആണെങ്കിൽ എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മാട്രിക്സ് നോൺ സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു, അതിന് ഇൻവേഴ്സ് ഉണ്ട്. കാരണം അതിന് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇൻവേഴ്സ് ഉണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മുടെ മാട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ എന്താണ് ഇക്വേഷൻ, എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്, അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റ് എ. അഡ്ജ് എ കാണാനുള്ള എളുപ്പ വഴി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തവര് കാണാത്തവര് അത് പോയി നിർബന്ധമായിട്ട് കാണണം. നിങ്ങൾ മിസ് ചെയ്യരുത്, ഈ സീരീസ് മിസ് ചെയ്ത് ത്രൂഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ എപ്പിസോഡുകൾ മിസ്സാവാതെ കാണണം. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പോകും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അഡ്ജോയിന്റ്. അപ്പൊ ഒരു മാട്രിക്സ് എന്നത് ഇൻവേഴ്സ് കാണാൻ പറയും. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് 3x3 മാട്രിക്സിന്റെ അഡ്ജോയിന്റ് മാത്രമാണ് പറഞ്ഞത്. 2x2 മാട്രിക്സിന്റെ അഡ്ജോയിന്റ് ടീച്ചർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒന്ന് പറയാം, വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. എ ബി സി ഡി ഇതാണ് എന്ത് വിചാരിക്കുക, എ എന്ന് പറയുന്ന മാട്രിക്സ്. എ ബി സി ഡി. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ അഡ്ജ് എ കാണാനുള്ള സൂത്രമാണ് പറയുന്നത്, അഡ്ജ് എ. അഡ്ജ് എ ഇത്രയേ ഉള്ളൂ. നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടത്, ഡയഗണലിലുള്ളവരെ തിരിച്ചെഴുതുക. അതായത് ഈ പൊസിഷനിൽ 1 പൊസിഷനിലുള്ളതിനെ 2 പൊസിഷനിലേക്ക് എഴുതുക. 2 പൊസിഷനിലുള്ളതിനെ 1 പൊസിഷനിലേക്ക്. അതായത് ഡി ഇവിടെ വന്നു, ഇവിടെ ആര് വന്നു, എ വന്നു. ഇനി ഓഫ് ഡയഗണലിനെ മാറ്റരുത്, അവരുടെ പൊസിഷൻ മാറ്റരുത്, അവരുടെ സൈൻ മാത്രം മാറ്റുക. ഇതിപ്പോ രണ്ടുപേരും പോസിറ്റീവ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മൈനസ് ബി മൈനസ് സി. ഇതാണ് എന്ത്, അഡ്ജോയിന്റ് ഓഫ് എ 2x2 മാട്രിക്സ്. അഡ്ജോയിന്റ് ഓഫ് എ 2x2 മാട്രിക്സ്. ഇതൊക്കെ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് തിരിച്ചെഴുതുന്നു, മൾട്ടിപ്ലൈ ഇവരുടെ സൈൻ മാറ്റുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇൻവേഴ്സ് കാണാൻ എളുപ്പമാണല്ലോ. അഡ്ജോയിന്റ് നമ്മൾ സെക്കൻഡ് നേരങ്ങൾ കൊണ്ട്, നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ചെയ്തു കഴിഞ്ഞു. ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് കാണാൻ നമുക്ക് അറിയാലോ, ഇതേ ഇത് മൈനസ് ചെയ്ത് ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് അഡ്ജോയിന്റ് കാണാനുള്ളത്. 3x3 ചോദിക്കും. 3x3 ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, അഡ്ജോയിന്റ് കാണാനുള്ള സൂത്രപ്പണി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്യാം, ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് വരിക. ഓക്കെ ആണല്ലോ? ഒരൊറ്റ പോയിന്റ് കൂടെ പറയുന്നുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കണം. ഈ പോയിന്റ് എവിടെയാ വരിക എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിലായിരിക്കും വരില്ല. ഇതാണ്, നമ്മൾ സ്ക്യൂ സിമെട്രിക് മാട്രിക്സുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്യൂ സിമെട്രിക് മാട്രിക്സുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് അതിന്റെ ഓർഡർ ഓഡ് നമ്പർ ആണ്. ലെറ്റ് ക്യാപിറ്റൽ എ ബി എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ. ഓഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒന്നുകിൽ 1x1 അല്ലെങ്കിൽ 3x3 5x5 അങ്ങനെയുള്ള സ്ക്വയർ മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് then determinant of A equal to സ്ക്വയർ മാട്രിക്സ് അല്ല, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ. തെറ്റിപ്പോയതാണ്. സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ. ശ്രദ്ധിക്കണേട്ടോ, അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ടീച്ചർ മാറ്റി എഴുതിയിട്ടുണ്ട്, ടീച്ചർ ശ്രദ്ധിച്ചെങ്കിൽ ഒന്ന് നോക്കി എഴുതുക. അപ്പോൾ ലെറ്റ് എ ബി എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ then determinant of A equal to then എന്താണ്, determinant of A equal to ഒന്നും ചേർക്കണ്ട, എന്തായിരിക്കും വരിക, 0 ആയിരിക്കും വരിക. എന്തായിരിക്കും വരിക, 0. ഇങ്ങനെ കുറേ ട്വിസ്റ്റുകൾ വരാറുണ്ട്. ആ ചോദ്യങ്ങളൊന്നും കണ്ടാൽ ദൈവം ഇത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നില്ല. അത് ചെയ്തേ നമുക്കത് അങ്ങോട്ട് വരുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു മാട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ്.
അതിന്റെ ഓർഡർ ഓഡ് ഓർഡർ ആയിരിക്കും. 2x2 4x4 ഇത് നടക്കില്ല. ഓഡ് ഓർഡറിലുള്ള ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? 2019 ഒരു ചോദ്യമാണിത്. നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? If M and N are square matrices of order 3, where determinant of M equal to 2 and determinant of N equal to 3, then determinant of 3mn is, അതായത് 3mn എന്ന് പറയുന്നതിന്റെ ഡിറ്റർമിനന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് ഈ നൊട്ടേഷൻ പരിചയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിചയിച്ചിട്ടുള്ള നൊട്ടേഷൻ എന്താ ടീച്ചറാണെങ്കിൽ അതുപോലെ ഒന്ന് കാണിച്ച് തരാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പതിവ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് 3mn ആണ് ചോദിച്ചിരിക്കുന്നത്. ആണല്ലോ? അതെ. അപ്പൊ 3 M എന്ന് പറയുന്നതും N എന്ന് പറയുന്നതും 3/3 ഓർഡറിലുള്ള ഒരു മാട്രിക്സ് ആണ്. അപ്പൊ Mn എന്ന് പറയുന്നതും എന്താണ്? 3/3 ഓർഡറിലുള്ള ഒരു മാട്രിക്സ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡിറ്റർമിനന്റ് അതൊന്ന് ആരെ പുറത്തേക്ക് എടുക്കണം? 3നെ പുറത്തേക്ക് എടുക്കണം. നിങ്ങൾക്കറിയാം, ഒരു ഡിറ്റർമിനന്റിനുള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് വെറുതെ ഒന്നും പുറത്തേക്ക് പോരില്ല. അതെങ്ങനെയാ വരിക? അയാളുടെ ഓർഡർ എന്താണോ അത് പവർ ആക്കി എടുത്തിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ 3 പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 3 എങ്ങനെ ഇറങ്ങുന്നത്? Mn ഓർഡർ എന്താണ്? Mn ഓർഡർ എന്താണ്? 3 ആണ്. അപ്പൊ 3/3 കണ്ടോ? ഇതാണ് ഓർഡർ പവർ ആയിട്ട് വന്നിട്ടുണ്ടോ? ഇൻറ്റു നമുക്ക് അറിയാം ഡിറ്റർമിനന്റ് ഓഫ് Mn നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ഉള്ളിലേക്ക് എന്ത് കൊടുക്കാമെന്ന് അറിയാം? ഡിറ്റർമിനന്റിനെ കൊടുക്കാമെന്ന് നമുക്കറിയാം. അപ്പൊ ഡിറ്റ് M ഇൻറ്റു ഡിറ്റ് M ഇങ്ങനെ എഴുതാമല്ലോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ഓഫ് നമുക്ക് വന്നിട്ടുണ്ടല്ലോ, എത്രയാ? 2. അപ്പൊ 3 ക്യൂബ് എത്രയാണ്? 27 ഇൻറ്റു 2 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് N എത്രയാണ്? 3 അല്ലേ? അപ്പൊ 27 ഇൻറ്റു എന്ത് വരും? 6. അപ്പോ നോക്കുക, 6 ഇൻറ്റു 7 ആണല്ലേ? 27 ഇൻറ്റു 6 അല്ലേ? 27 ഇൻറ്റു 6. അപ്പൊ എന്താ ലാസ്റ്റ് ഡിജിറ്റ് വരിക? 42. 2 അല്ലേ വരിക? അപ്പൊ 2 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? 162. അത് തന്നെ ആയിരിക്കും ആൻസർ. വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. എന്താണ്? 2 ആണ് 42, ബാക്കി 4 ഉണ്ട്. അപ്പൊ എത്രയാ? 12 + 4 = 162. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിരുന്നു. ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടിയാണ്. 2 പ്രോപ്പർട്ടി ഉപയോഗിച്ചത്. എന്താണ് ഉപയോഗിച്ചത്? ഒന്നാമത്തത്, ഒരു കോൺസ്റ്റന്റ് ഡിറ്റർമിനന്റ് പുറത്തേക്ക് വരുമ്പോൾ അയാൾ എങ്ങനെയാ വരിക? അതിന്റെ പവറിൽ ആര് വരും? അത് ആ മാട്രിക്സിന്റെ ഓർഡർ വരും. അപ്പൊ 3 ക്യൂബാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഡിറ്റർമിനന്റിനെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തു? ഡിറ്റ് M ഇൻറ്റു ഡിറ്റ് N ചെയ്തു. അത് രണ്ട് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് കൊടുത്തു. ഫുള്ള് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ കുറച്ച് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഇത് 2017 ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? നോക്കുക. ഇഫ് മാട്രിക്സ് 1 2 4 1 3 5 1 4 ആൽഫ ഈസ് സിംഗുലർ പരിചയമുള്ള വാക്കാണ്. then the value of ആൽഫ. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓപ്ഷൻസ് നോക്കിക്കോളൂ. -6 5 -5 6 0. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും പതിവ് പോലെ എന്ത് ചെയ്യുന്നു? ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി എന്ത് തന്നിട്ടുണ്ട്? ഈ മാട്രിക്സ് സിംഗുലർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ മാട്രിക്സ് എന്താണ്? സിംഗുലർ ആണ്. ഒരു മാട്രിക്സ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 0. ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? 0. അപ്പൊ ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അതായത് 1 1 1 2 3 4 4 5 ആൽഫ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് നോക്കാമല്ലോ. ഡിറ്റർമിനന്റ് കാണാൻ വേണ്ടുള്ളൂ. അതെന്താ ചെയ്യാ? സാധാരണ പോലെ ഡിറ്റർമിനന്റ് ആണ് 1 × 1 × എഴുതുന്ന കാര്യമില്ല. അതൊന്നും വേണ്ടി സമയം കളയുന്നത് എന്ത് ചെയ്യാം? 3 ആൽഫ - 20. നെക്സ്റ്റ് പൊസിഷന്റെ സൈൻ ഉണ്ട്. -2 ഇൻറ്റു നിങ്ങളഞ്ഞു അപ്പൊ എന്ത് വരും? ആൽഫ - 5 പ്ലസ് 4 ഇൻറ്റു എന്താണ് വരിക? 4 - 3 which is equal to 0. നമുക്കിനി ഇതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നോക്കൂടെ. 3 ആൽഫ - 20 -2 ആൽഫ + 10. നെഗറ്റീവ് മുകളിലേക്ക് എടുത്തു കേട്ടോ. -2 ആൽഫ + 10 + 4 ഇൻറ്റു 4 - 3 1 അല്ലേ? 1 × 4 4 = 0. ഓക്കെ ആണല്ലോ?
അപ്പൊ നോക്കുമ്പോ ഇവിടെ 3 ആൽഫ ഉണ്ട്, ഇവിടെ 2 ആൽഫ ഉണ്ട്. ഇത് ക്യാൻസൽ ആകുമ്പോൾ ആര് ബാക്കി ഉണ്ടാവും? ആൽഫ ബാക്കിയിലുണ്ടാവും. അപ്പൊ ഇവിടെ 10 ഉണ്ട്, -20 ഉണ്ട്. അപ്പൊ -20 10 പോകുമ്പോ -10, -10 4 പോകുമ്പോ എത്രയാ? -6. ഓക്കെ അല്ലേ? അപ്പൊ ആൽഫ -6 ഈക്വൽ ടു 0. then ആൽഫ ഈക്വൽ ടു 6. This is option D. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇത്? ആ ഒരൊറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. ആൽഫ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മാട്രിക്സ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്? സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0. അത്രയേ ഉള്ളൂ. ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുന്നു. ഓപ്ഷൻ ഡി. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ്? 2017 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. If A equal to matrix 0, -1, 0, 1, 0, 0, 0, 0, -1, then A inverse equal to first option A transpose, second A square, third A, option fourth ഏതാണ്? I, option E, ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? 0 മാട്രിക്സ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? A inverse കാണണം. A inverse കാണണമെങ്കിൽ ആരൊക്കെ അറിയണം? എന്താണ് ഇക്വേഷൻ? A inverse equal to adj A divided by dict A. A inverse equal to adj A divided by dict A. അപ്പൊ ഡിക്റ്റ് A നമ്മൾ എന്ത് ചെയ്യണം? കാണാൻ പോകണം. ആദ്യം ഡിക്റ്റ് എന്ന് വിളിക്കാം. ഡിക്റ്റ് A ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇതിലിപ്പോ എല്ലാ റോയിലും എല്ലാ കോളത്തിലും എന്തുണ്ട്? ഇഷ്ടംപോലെ 2 0 വെച്ചിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണെങ്കിലും വെച്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് റോ വെച്ച് തന്നെ ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? -1 അല്ലേ? അപ്പൊ -1ന്റെ പൊസിഷന്റെ നെഗറ്റീവ് കൂടെ ആകുമ്പോൾ എന്തായി മാറും? 1 ഇൻറ്റു എന്ത് വരും? -1 -0. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു -1. ഡിറ്റർമിനന്റ് ഓഫ് A കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജ് A ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അഡ്ജ് A കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുണ്ട്? ആദ്യം മാട്രിക്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ 0 -1 0 1 0 0 0 0 -1. നെക്സ്റ്റ് 2 കോളം, ഫസ്റ്റും സെക്കൻഡും കോളം റിപ്പീറ്റ് ചെയ്യുക. 0 1 0 -1 0 0. നെക്സ്റ്റ് 2 റോ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുന്നു? 0 -1 0 0 -1 1 0 0 1 0. കണ്ടോ? ഇപ്പൊ 5/5 മാട്രിക്സ് ആയി. നമുക്ക് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ആവശ്യമില്ല. നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് നേരെ എഴുതുന്നു. താഴത്തേക്ക് ചെയ്യുന്നു, നേരെ എഴുതുന്നു. പറഞ്ഞല്ലേ? അപ്പൊ 0 - 0 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് എന്താ? 0 - 1 അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു -1. 0 - 0 0. ഇതെന്ത് മാട്രിക്സ് ആണ്? അഡ്ജോയിന്റ് മാട്രിക്സ് ആണ് അഡ്ജ് A. നെക്സ്റ്റ് 0 - -1 അപ്പൊ എന്ത് വരും? +1. 0 - 0 0 0 - 0 0. ഓക്കെ, നെക്സ്റ്റ് 0 - 0. ടീച്ചർ റോ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? 1 × 0 0 0 - 0 അതാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ? മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ചെയ്യാം. 0 - 0 0 0 - -1 ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇതാണ് അഡ്ജോയിന്റ് മാട്രിക്സ്. നമുക്ക് A ഇൻവേഴ്സ് അല്ലേ കാണേണ്ടത്? A ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അഡ്ജോയിന്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്, അതായത് -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് സൈൻ മാറ്റിയാൽ മതി. എല്ലാ എലമെന്റുകളുടെയും സൈൻ മാറ്റിയാൽ മതി. അപ്പൊ 0 1 0 -1 0 0 0 0 -1. ഓക്കെ ആണല്ലോ? ഇത് നോക്കല്ലേ? ഇത് A ട്രാൻസ്പോസ് ആണോ? A ട്രാൻസ്പോസ് ആണോ? ഇനി നോക്കുക. ഫസ്റ്റ് റോ, ഇതിന്റെ ഫസ്റ്റ് റോ എന്താ? എയുടെ ഫസ്റ്റ് റോ എന്താ? 1 0 -1 0. അതല്ലേ ഇവിടുത്തെ ഫസ്റ്റ് കോളം? അതെ. സെക്കൻഡ് റോയല്ലേ ഇവിടുത്തെ സെക്കൻഡ് കോളം? തേർഡ് റോയല്ലേ ഇവിടുത്തെ തേർഡ് കോളം? അപ്പൊ ഇത് എന്താണ്? ട്രാൻസ്പോസ് മാട്രിക്സ് ആണ്. ആരുടെ? A ട്രാൻസ്പോസ്. എയുടെ ട്രാൻസ്പോസ് മാട്രിക്സ് ആണ്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ A ട്രാൻസ്പോസ്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എത്ര വേണ്ടു? 30 സെക്കൻഡ് സമയം വേണ്ടു കേട്ടോ. അത്രയൊക്കെ വേണ്ടു. ഇതൊരു 20 സെക്കൻഡ് സമയത്തിനുള്ളിൽ ചെയ്യുക. ഇതൊരു 10 സെക്കൻഡിനുള്ളിൽ ചെയ്യും. 10 സെക്കൻഡ് പോലും വേണ്ട, അത് പെട്ടെന്ന് കഴിയുന്നുണ്ട് അല്ലേ? പിന്നെ എല്ലാം വളരെ സ്പീഡിൽ അങ്ങോട്ട് ചെയ്യണം, തെറ്റിക്കരുത്. സ്പീഡിൽ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യരുത്? കാണിച്ചത് എന്ത് ചെയ്യരുത്? തെറ്റിച്ച് കളയരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ചെയ്യണം. ടൈം പരമാവധി കൺസ്യൂം ചെയ്യണം. അത് ചെയ്ത് തന്നെ വരുള്ളൂ. നിങ്ങൾ മെറ്റീരിയലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം. അത് ചെയ്ത് അവസാനം മെല്ലെ സാവധാനത്തിൽ എന്ത് ചെയ്യും? നമുക്കതങ്ങനെ കയ്യിൽ വന്നു തുടങ്ങും. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യൂ. അപ്പൊ കുട്ടികളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2013 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നല്ല ഒരു ചോദ്യമാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കണം, ശ്രദ്ധിച്ചിരിക്കണം. If A equal to 2/2 മാട്രിക്സ് ആണ് അല്ലേ? 3 7 1 2. Then the value of determinant of A raised to 2013 minus 3 into A raised to 2012 അല്ലേ?
എന്താണിത്? A⁻², 2013, 2012 ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ എന്ത് ചെയ്യണം? ഹായ്, ഒരു മൈനസ് ഉണ്ട് അല്ലേ? മൈനസിന്റെ ഉള്ളിലേക്ക് ഡിറ്റർമിനന്റ് കയറ്റാൻ പറ്റുമോ? പറ്റില്ല എന്ന് ടീച്ചർ അന്ന് ആ പ്രോപ്പർട്ടീസ് പറഞ്ഞ അതേ സമയത്ത് എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ കുട്ടികൾ അത് അങ്ങനെ ചെയ്യില്ല എന്ന് ചോദിക്കുമ്പോൾ മക്കളെ അങ്ങനെ ചെയ്യരുത്. ഇതിനകത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്ക് ഡിറ്റർമിനന്റ് കൊടുക്കാമെന്നൊന്നും ചിന്തിച്ച് കളഞ്ഞേക്കരുത്. പ്ലസിന്റെയും മൈനസിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡിറ്റർമിനന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ചോദ്യം ഇപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഇവിടെ എത്തുന്നുണ്ട് A⁻2013, അതായത് 2013 ഇവിടെ ഉണ്ട്. ഇവിടെ 3 × A⁻2012, അതായത് ഇവിടെ 2013 ഉണ്ട്, ഇവിടെ എത്രയുണ്ട്? 2012 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് എത്ര A ഉണ്ട്? 2012 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവരെ പുറത്തേക്ക് വലിക്കാം. 2012 A⁻2012 പുറത്തേക്ക് വലിക്കാണ്. കുഴപ്പമില്ലല്ലോ? അപ്പൊ പുറത്തേക്ക് വലിച്ചു കേട്ടോ. അപ്പൊ 2013 2012 ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ഒരു A അല്ല. അപ്പൊ A⁻1 മൈനസ് 3 × A⁻2012 എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ 1 അല്ല ഉള്ളത്. ഇത് മാട്രിക്സ് ആണ്, നമ്പേഴ്സ് അല്ല. മാട്രിക്സ് ആവുമ്പോൾ എന്താണ്? ഇവിടത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ എന്താണ് ഇടേണ്ടത്? I ആണ് ഇടേണ്ടത്. 3I. എല്ലാ മാട്രിക്സും പുറത്തേക്ക് വരുമ്പോൾ 3 എന്ന് എഴുതരുത്. കാരണം A-3 ഒരു മാട്രിക്സ് മൈനസ് ഒരു നമ്പർ പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഒരു മാട്രിക്സിന് പുറത്തേക്ക് ഇരിക്കുമ്പോൾ അവിടെ ആരുള്ളത്? അവിടെ ഒന്നുമില്ല എന്ന് പറയുന്നത് അവിടെ ആരെഴുതണം? I എന്ന് എഴുതണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഡിറ്റർമിനന്റിനകത്ത് എത്ര മാട്രിക്സ് ഉണ്ട്? 2 മാട്രിക്സ് ഉണ്ട്. 2 മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കണം അല്ലെ? A⁻2012 A-3I. മൾട്ടിപ്ലിക്കേഷനകത്തേക്ക് എന്ത് പോസിബിൾ ആണ്? ഡിറ്റർമിനന്റിനെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 മാട്രിക്സിനും ഡിറ്റർമിനന്റ് കൊടുക്കാം. അപ്പൊ എന്ത് വരും? A⁻2012 ഡിറ്റർമിനന്റ് into A-3I ഡിറ്റർമിനന്റ് ഓഫ് A-3I. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? A⁻2012. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് കാണാം അല്ലേ? അപ്പൊ A എന്നിട്ട് പവർ ചെയ്യാൻ പറ്റുമോ? ഇതിന് ഓരോന്നിന്റെ A², A⁻4 അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടായിരുന്നു ഡിറ്റർമിനന്റിൽ. എന്താണ്? പവറും ഡിറ്റർമിനന്റ് ഉണ്ടെങ്കിൽ അവരെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഡിറ്റ് A⁻2012 ഇത് കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനന്റ് ഉള്ളിലേക്ക് ഡിറ്റർമിനന്റ് A⁻2012 ഇതൊരു പ്രോപ്പർട്ടി പഠിച്ചതാണ്. ഹോൾ റേഷ്യോ എന്താണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റിനെയും n-നെയും ഇന്റർചേഞ്ച് ചെയ്യാം. ഇൻടു ഡിറ്റർമിനന്റ് ഓഫ് A-3I ആണല്ലോ. അപ്പോഴും ഡിറ്റർമിനന്റ് റേഷ്യോ എന്താണ്? 2012 ആണ്. ഈ 2012 ഇത്ര വലിയ നമ്പറൊക്കെ വരുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് ചിലപ്പോൾ 1ഓ -1ഓ അല്ലെങ്കിൽ 0ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഡിറ്റ് A = എന്താ വരിക? ഡിറ്റർമിനന്റ് ഓഫ് 3, 7, 1, 2 അല്ലെ? അപ്പൊ എന്താ വരിക? 6 - 7 which is equal to -1. കണ്ടോ? അപ്പൊ എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറയുന്നത് -1 ആണ്. -1/2012. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഡിറ്റർമിനന്റ് ഓഫ് A-3I അല്ലേ? A-3I ഉണ്ടാക്കി കൂടെ? A എന്ന് പറയുന്നത് ആരാ? 3, 7, 1, 2 മൈനസ് 3I എന്ന് പറയുമ്പോൾ ആരാ വരിക? 3, 0, 0, 3. ഐഡന്റിറ്റി മാട്രിക്സിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കൂ? 3 - 3, 0, 7 - 0, 7, 1 - 0, 1, 2 - 3, -1 അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടു നോക്കാം. ഡിറ്റർമിനന്റ് എന്താ വരിക? 0 - 7 which is equal to -7. ടീച്ചർ ഇങ്ങനെ എഴുതുന്നത് ഡിറ്റർമിനന്റ് equal to ഓക്കെ. ഡിറ്റർമിനന്റ് ഓഫ് A-3I equal to 0 - 7 which is equal to -1 into -7 അല്ലേ? ഇനി -1ന്റെ പവറിൽ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ ഈവൻ നമ്പർ ഒരു -1ന്റെ പവറിൽ വരികയാണെങ്കിൽ എന്തായി മാറും? +1 ആയി മാറും. 1 into -7 which is equal to -7 which is the option. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ E. ക്ലിയർ ആയില്ല? അപ്പോൾ എളുപ്പമാണ്. നമ്മൾ ആ പ്രോപ്പർട്ടി ടീച്ചർ അത് വീണ്ടും പറയാണ്. എന്താ ചെയ്യുന്നത്? മൈനസിന്റെ ഉള്ളിലേക്ക് ഡിറ്റർമിനന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്ത് ചെയ്യണം? അതിനെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആളെ പുറത്തേക്ക് വലിച്ചു. അപ്പൊ ഇൻറ്റു ആയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെല്ലാം നമ്മൾ സാധാരണ പോലെ ചെയ്തിരിക്കുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളൊന്ന് നോട്ട് ചെയ്യൂ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2014 ചോദ്യമാണത്. ചോദ്യം കാണുമ്പോൾ ഭയക്കൊന്നും വേണ്ട, ലോഗൊക്കെ വന്നിട്ടുണ്ട്. ഇഫ് A, B, C are not 0, അതായത് എയും ബിയും സിയും നോട്ട് 0 അല്ലാത്ത നമ്പേഴ്സ് ആണ്. ആൻഡ് ഡിഫറെന്റ് ഫ്രം 1. ഓക്കെ, ഡിഫറെന്റ് ഫ്രം എന്താണ്? 1 ആണ്. എയും ബിയും സിയും എന്തല്ല? 0യും അല്ല 1ഉം അല്ല. Then the value of determinant of
log 1 with base a, log b with base a, log c with base a, and log 1 by b with base a, log 1 with base b, log 1 by c with base a, log 1 by c base a, log c with base a, log 1 with base c equal to, ഇതാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ 0, സെക്കൻഡ് ഓപ്ഷൻ 1 plus log a plus b plus c with base a, second option log ab plus bc plus ca with base a, option fourth option 1, fifth option എന്താണ് log a plus b plus c with base a. അപ്പോൾ ലോഗിന്റെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ലോഗിന്റെ പ്രോപ്പർട്ടി ലോഗ് 1 എന്തായിരിക്കും വരിക 0 ആണ്. അതായത് ബേസ് ഒരു നോൺ സീറോ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗ് 1 എന്തായിരിക്കും വരിക 0 ആണ് വരിക. ലോഗ് 1 എന്തായിരിക്കും വരിക 0 ആണ്. അപ്പോൾ നോക്കൂ, ഡയഗണൽ എല്ലാവരും ലോഗ് 1 ആണല്ലേ, വിത്ത് ബേസ് എ ബി സി, എയും ബിയും സിയും നോൺ സീറോ എലമെന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നോൺ സീറോ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം ലോഗ് 1 എന്തായിരിക്കും വരിക 0. ഡിറ്റർമിനന്റ് ഓഫ് എന്താണ് ഡയഗണൽ എല്ലാം ഡയഗണൽ എല്ലാം എന്ത് തോന്നുന്നു 0, കാരണം ലോഗ് 1 എന്താണ് 0 ആണ് അല്ലേ, ലോഗ് 1 എന്താണ് 0 ആണ്. നെക്സ്റ്റ് ഇനിയൊരു കാര്യം പഠിക്കാനുള്ളത്, ഈ ലോഗിന്റെ അകത്ത് റെസിപ്രോക്കൽ ചെയ്യുകയാണെങ്കിൽ, ലോഗിന്റെ അകത്ത് റെസിപ്രോക്കൽ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് വരിക. അതായത് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് വിത്ത് ബേസ് എനി ബേസ് കേട്ടോ, വിത്ത് എനി ബേസ്, ഇത് ഈക്വൽ ടു ലോഗിന്റെ ഉള്ളിൽ തിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് ലോഗ് ബി ബൈ എ ആണെന്ന് വിചാരിക്കുക. പുറത്തേക്ക് എന്താ വരിക, ഒരു നെഗറ്റീവ് ആണ് വരിക. അതായത് ലോഗിന്റെ അകത്ത് തിരിച്ചിടുമ്പോൾ പുറത്ത് എന്ത് സംഭവിക്കും, ഒരു നെഗറ്റീവ് വരും. അത്രേ ഉള്ളൂ കേട്ടോ. ലോഗിന്റെ അകത്ത് നമ്മൾ എപ്പോൾ റെസിപ്രോക്കൽ ചെയ്താലും പുറത്ത് എന്തിനാ മറക്കരുത്, നെഗറ്റീവ് ഇടാൻ മറക്കരുത്. അപ്പൊ നോക്കൂടെ, ഞാനിവിടെ ലോഗ് ബി വിത്ത് ബേസ് എ കുഴപ്പമില്ലല്ലോ, ലോഗ് സി വിത്ത് ബേസ് എ. നോക്കുന്നത് ലോഗ് 1 by b അല്ലേ, 1 by b യുടെ ടീച്ചർ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ ചെയ്യണം. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ ഉള്ളിൽ എന്ത് വരും, b by 1. b by 1 എന്ന കാര്യമുണ്ടോ, എന്തെഴുതിയാൽ മതി, ലോഗ് ബി എന്ന് എഴുതിയാൽ പോരെ. പക്ഷേ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ എന്ത് പറഞ്ഞു, പുറത്ത് എന്ത് പറഞ്ഞു, ഒരു നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്, ഇത് 0 ആണ്. നെക്സ്റ്റ് ലോഗ് 1 by c അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1 by c എന്ത് ചെയ്യാം, റെസിപ്രോക്കൽ ചെയ്യാം. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് വരും, ലോഗ് c എന്നാണ് വരിക. റെസിപ്രോക്കൽ ചെയ്തുകൊണ്ട് പുറത്ത് എന്ത് വരും, ഒരു നെഗറ്റീവ് വരും. അതുപോലെ ഇവിടെ വീണ്ടും 1 by c, 1 by c എന്ത് ടീച്ചർ, ലോഗ് എന്ത് ചെയ്യുന്നു, c റെസിപ്രോക്കൽ ചെയ്തു. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ പുറത്ത് എന്ത് ഒരു നെഗറ്റീവ് വന്നു. ഇവിടെ 1 by ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു, ലോഗ് c വിത്ത് ബേസ് a. ഇനി എന്റെ മക്കളൊന്ന് സൂക്ഷിച്ചു നോക്കൂ, ഡയഗണൽ എല്ലാം 0 ആണ്. ഈ എലമെന്റിന് നെഗറ്റീവ് അല്ലേ ഇത്, ഇതിന്റെ നെഗറ്റീവ് അല്ലേ ഇത്, ഇതിന്റെ നെഗറ്റീവ് അല്ലേ ഇത് അല്ലേ. അതായത് ijth പൊസിഷനുള്ളതിന്റെ നെഗറ്റീവ് ആണ് jth പൊസിഷനുള്ളത്. ഇത് എന്ത് മാട്രിക്സ് ആകുന്നു, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആകുന്നു. ഇത് എന്ത് മാട്രിക്സ് ആയിരുന്നു, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. വിത്ത് ഓർഡർ എന്ത് 3. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓഡ് ഓർഡറിലുള്ള ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താകുന്നു, 0 ആകുന്നു. ആ ഒരൊറ്റ പ്രോപ്പർട്ടി ഉള്ളൂ. ഉത്തരം എന്താണ്, 0 ആണ്. ഇത്രേ ഉള്ളൂ. സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഓഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക, 0 ആണ്. ഇവിടെ 3 ആണ് ഓർഡർ, ഓഡ് നമ്പർ ആണ്. അപ്പൊ എന്ത് ഡിറ്റർമിനന്റ് 0. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ. ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കറക്റ്റ് സ്ക്യൂ സിമെട്രിക്കിന്റെ ഫോം ആക്കി മാറ്റി സ്ക്യൂ ആണെന്ന് മനസ്സിലായി, ഡിറ്റർമിനന്റ് എന്താണെന്ന് കിട്ടി, 0 ആണെന്ന് കിട്ടി. മക്കളത് വിട്ട് കളയരുത്. നിർബന്ധമായിട്ട് ഇത് എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്തിട്ട് വേണം അതങ്ങ് ശരിയാവാം. കിട്ടിയത് കേൾക്കണം. അപ്പൊ നമ്മുടെ പ്രോബ്ലം സെഷൻ ടീച്ചറോടൊപ്പം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പോകാം.